ഓരോ ഗിയറിലുള്ള ടോപ്പ് എൻഡ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഗിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബജാജ് പൾസർ N250 2024 വേർഷനാണ്. എല്ലാവർക്കും റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ബാറ്റ്മാൻ്റെ ഒക്കെ ഒരു ഹെഡ് പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ ഇൻസ്പിറേഷൻ. ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ അടിപൊളിയായിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഡിസൈൻ എനിക്കിഷ്ടപ്പെട്ടു. അത് ഡിസൈൻ എന്ന് പറയുന്നത് പേഴ്സണൽ ടേസ്റ്റാണ്. പക്ഷേ ഒരു ഡിസൈൻ എസ്തറ്റിക്സ് വെച്ചിട്ട് ഈ വണ്ടി കൊള്ളാം. ഒരു വൈൽഡ് ലുക്ക് തരാനായിട്ട് ഫ്രണ്ട് എൻഡ് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മീറ്റർ കൺസോൾ അത്യാവശ്യം കൊള്ളാം. പിന്നെ പുതിയ അപ്ഡേറ്റ്സ് അത് ബെറ്റർ ആയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളും അതുപോലെ ABS മോഡൊക്കെ കൊടുത്തിരിക്കുന്നത് കൊള്ളാം. ഇനി എഞ്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 250cc SOHC ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. 2 വാൽവാണ്. അതുപോലെ കംപ്രഷൻ റേഷ്യോ 10:1 ആണ്. ഒരു 24 bhp പവറും 21 Nm സംതിങ് ടോർക്കുമാണ് കിട്ടുന്നത്. ലോ എൻഡും മിഡ് റേഞ്ചും പൊളിയാണ്. മിഡ് റേഞ്ചാണ് കിടിലം. ടോപ്പ് എൻഡ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിക്കാണ് നിർത്തിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിലും സിറ്റിയിലും കൂടെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ടോപ്പ് എൻഡ് കൊടുത്തിരിക്കുന്നത്. ഒരു 140-145 ഒക്കെ ഏകദേശം ടോപ്പ് എൻഡ് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ടോപ്പ് എൻഡിലേക്ക് ഞാൻ അധികം എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 120+ പോകുമ്പോൾ ക്രോസ് വിൻഡ് ഉണ്ടായിരുന്നു ഇപ്പം. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഒന്ന് വണ്ടി വോബിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ടോപ്പ് എൻഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്രൂസിംഗ് സ്പീഡൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടും. കാരണം എഞ്ചിൻ എന്ന് പറയുന്നത് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. സ്മൂത്താണ് വണ്ടി, റിഫൈൻഡ് ആണ്. വലിയ വൈബ്രേഷൻ ഒന്നുമില്ല, ചെറിയ തോതിലുള്ള വൈബ്രേഷൻ. ഒരു 6000 RPM ഒക്കെ കയറുന്ന സമയത്ത് മാത്രം ലൈറ്റായിട്ടുള്ളൊരു തരിപ്പുള്ളൂ. റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു എഞ്ചിനായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു ലിമിറ്റിൽ നിന്നും, ഒരു 2 വാൽവ് എഞ്ചിൽ നിന്നും ആ ലിമിറ്റിൽ നിന്നും അവരത് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തിട്ടുണ്ട്. കൊള്ളാം. പെർഫോമൻസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് റെഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു പുള്ളിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം എൻഡും അതുപോലെ മിഡ് റേഞ്ചുമാണ് കുറച്ച് പഞ്ചിയായിട്ട് ഫീൽ ചെയ്തത്. ഒരു 3000 to 6500 RPM വരെയുള്ള ആ ഒരു റേഞ്ച്, ആ ഒരു ടൈമിലാണ് നമുക്ക് കൂടുതൽ പഞ്ച് ഫീൽ ചെയ്യുന്നത് വണ്ടിക്ക്. ടോപ്പ് എൻഡ് ഒക്കെ വലിയ ഗംഭീരം എന്ന് പറയുന്നില്ല, പക്ഷേ മോശമൊന്നും പറയാനും പറ്റില്ല. അപ്പം ഹൈവേയിൽ ഒരു അത്യാവശ്യം പൊളിച്ചോടിക്കാനും പാകത്തിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. വലിയ ഓവർ വൈബ്രേഷൻ ഇല്ല, സ്മൂത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. 6000+ RPM കയറുന്ന സമയത്ത് ലൈറ്റായിട്ടുള്ള ഒരു തരിപ്പ് അവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വലിയ അരോചകമായിട്ടുള്ള വൈബ്രേഷനൊന്നും ഈ വണ്ടിക്കില്ല. അപ്പം കൊള്ളാം എന്നെനിക്ക് തോന്നി. ഒരു അത്യാവശ്യം ഹൈ ഡ്രൈവിംഗ് നേച്ചറുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ഇല്ല എന്ന് വെച്ചിട്ട് എനിക്കത് വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു സിറ്റി പ്ലസ് ഹൈവേ അതുപോലെ ഒരു ഡെയിലി കമ്മ്യൂട്ടർ, ഒരു ഓൾറൗണ്ടർ എന്നുള്ള സെറ്റപ്പിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിനായാലും കംഫർട്ടാണെങ്കിലും എല്ലാം, സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിലും. അപ്പം അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂളിംഗ് സിസ്റ്റമൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ കൂൾഡാണ്. ഇതുവരെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഒരു ലോ ആൻഡ് ടോർക്ക് എന്ന് പറയുന്നത് കണ്ടോ, ഞാനിപ്പോൾ 5th ഗിയറിൽ വളരെ ലോ സ്പീഡിൽ പോവുകയാണ്. ഒരു 45 ഇവിടുന്ന് ഞാൻ കൈ കൊടുക്കുമ്പം കണ്ടോ വണ്ടിക്ക് ഒരു ചെറിയൊരു വിറവലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കുന്നത്. വലിയ മോശമില്ലാത്തൊരു ലോ ആൻഡ് ടോർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് നോക്കിങ് ഫീൽ ചെയ്യുന്നില്ല, എന്നാൽ ഓവർ ടോർക്കൊന്നും പറയാൻ പറ്റില്ല. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടോർക്കാണ് ഫീൽ ചെയ്തത്. അപ്പം ഇപ്പോൾ ഒരു 5th ഗിയറിൽ നമുക്ക് ചെറിയൊരു കുറഞ്ഞ സ്പീഡിൽ തന്നെ പോകാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു 40 റേഞ്ചിലൊക്കെ ഓടിക്കാം, 40-45 റേഞ്ചിൽ. പിന്നെ എടുത്ത് പറയേണ്ടത് ഗിയർ ബോക്സിൻ്റെ കാര്യമാണ് കേട്ടോ. അത് നല്ലൊരു സ്മൂത്തായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആയിട്ട് തോന്നി. അത്യാവശ്യം ഈസി ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റാണ്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ ABS നമുക്ക് 3 ABS മോഡ് വരുന്നുണ്ട്. റോഡ്, അതുപോലെ റെയിൻ, ഓഫ് റോഡ്.
അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മോഡുകൾ മാറ്റാം. കണ്ടോ, ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. റോഡ്, റെയിൻ, ഓഫ് റോഡ്. ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോളും ഉണ്ട്. അത് ഓഫ് റോഡ് മോഡിലാണ് ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബജാജിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാം. റൈഡ് കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 10x10 നാവിഗേഷൻസൊക്കെ ഇതിനകത്ത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ കണക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ എൻ്റർ ചെയ്യുക. 10x10 നാവിഗേഷൻ കാണിക്കും, ലെഫ്റ്റ്, റൈറ്റ്, സ്ട്രൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് യൂസ്ഫുള്ളാണ് ഫീച്ചേഴ്സ്. നമുക്ക് ജസ്റ്റ് ഫോൺ പോക്കറ്റിലിട്ടാൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഫ്യൂൾ ടാങ്ക് റേഞ്ച് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു സിറ്റി അതുപോലെ ഹൈവേ ഒരു ബോത്ത് വേൾഡിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു യൂഷ്വൽ മൈലേജ് എന്ന് പറയുന്നത് 35 to 38 ആണ്. അത് നമ്മൾ റൈഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എങ്ങനെയാണ്, പൊളിച്ചോടിച്ചാണോ അതോ ഡീസൻ്റായിട്ടാണോ ഓടിക്കുന്നത് അനുസരിച്ചിരിക്കും കൂടുന്നതും കുറയുന്നതും. എന്തായിരുന്നാലും ഒരു 35-നും 38-നും ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ നിന്ന് മൈലേജ് കിട്ടും. അപ്പം അത് ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജ് തന്നെയാണ് ഒരു 250cc സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പം മൈലേജിൻ്റെ കാര്യങ്ങൾ അത്രയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ USD ആണ്, 37 mm ആണ്. ഇതിൻ്റെ വലിയ വലിപ്പമുള്ളൊരു USD ഫോർക്കാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ USD പൊളിയാണ്, വീണ്ടും പറയുന്നു. റിയറിൽ മോണോഷോക്കാണ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സസ്പെൻഷൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരുപാട് സോഫ്റ്റും അല്ല ഒരുപാട് ഹാർഡും അല്ല, ഒരു മീഡിയം അല്ലെങ്കിൽ ഹൈവേയും സിറ്റിയും കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് സസ്പെൻഷൻ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. കംഫർട്ടബിളാണ്. പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടർ സെറ്റപ്പിലേക്കും കുറച്ചൊന്ന് പൊളിച്ചൊടിക്കാനും ഹൈവേ എല്ലാം കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ടോപ്പിൻ്റെ ഒരു 100+ ഒക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ക്രോസ് വിൻഡൊക്കെ അടിക്കുന്ന സമയത്ത് ചെറിയൊരു വോബ്ലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ വണ്ടി ഒരു നോർമൽ 100-ന് ഉള്ളിൽ നിർത്തി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വളരെ കോൺഫിഡൻ്റായിട്ട് ഓടിക്കാം, ഒരു കുഴപ്പമില്ല. എർഗണോമിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് ഷോർട്ടാണ് കുറച്ച്, അതുപോലെ തന്നെ കുറച്ച് ഫ്ലാറ്റാണ്. അതുപോലെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് താഴോട്ട്, ഈ രണ്ട് വശത്തു നിന്നും താഴോട്ട് ഹാൻഡിൽ ബാർ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയോ. പിന്നെ നമുക്ക് ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ ഒരു മീഡിയം റിയർ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സീറ്റ് നല്ല വൈഡാണ്, സ്പേഷ്യസ് ആണ്, പ്രീമിയം കുഷ്യനാണ് കേട്ടോ, നല്ല കംഫർട്ടബിളാണ്. അത് റൈഡറിന് ഒരു സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇവിടെ പില്ലിനും സിറ്റി റൈഡ്സിനൊക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് കുഷ്യനാണ്. അത് അത്യാവശ്യം വൈഡാണ്. നല്ലൊരു ഗ്രാബ് റെയിൽ സ്റ്റൈലിഷായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആണ്. ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്കും നല്ല അത്യാവശ്യം ടോളായിട്ടുള്ളവർക്കും കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ടയർ എന്ന് പറയുന്നത് 110 സെക്ഷനാണ്, റിയറിലെ 140 ആണ്. MRF സാപ്പറാണ്, അത്യാവശ്യം ഗ്രിപ്പുള്ള ടയറാണ്. ടയർ ഗ്രിപ്പ് എന്ന് പറയുന്നത് ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. വൈഡർ ടയറാണ്. കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കിടത്തിയൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. വെറ്റ് കണ്ടീഷനിൽ ഓടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ടയറൊക്കെ നല്ല ചങ്കിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്നും പുറകിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ബിഗ് ബാക്ക് ഫീൽ തരാനായിട്ട് ഈ വണ്ടിക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. ഒരു 250cc ആണ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മീറ്റർ കൺസോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്. ഇപ്പം ഡേ ടൈം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറിയൊരു വിസിബിലിറ്റി പ്രോബ്ലം ഉണ്ട്. പക്ഷേ അതർവൈസ് നല്ല ക്ലിയർ ആണ് സാധനം. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഫ്യൂൽ ഗേജ്, പിന്നെ 3 ABS മോഡ് വരുന്നുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. റോഡ്, റെയിൻ, ഓഫ് റോഡ് സ്വിച്ച് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഓഫ് റോഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ റിയർ ABS, അതുപോലെ തന്നെ റെയിനൊക്കെ ഉള്ള സമയത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ABS വർക്ക് ചെയ്യുന്നത് വളരെ ഗ്രാജുവലായിട്ടാണ്. അതേസമയം നമുക്കിപ്പോൾ വളരെ പൊളിച്ചോടിക്കുന്ന ഒരു സമയത്ത് ഇതുപോലത്തെ നോർമൽ കണ്ടീഷനിൽ വളരെ ഷാർപ്പായിട്ടുള്ള ബ്രേക്ക് ബൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ റോഡ് മോഡ് ഇട്ടാൽ മതി. അത് പവറിൽ വ്യത്യാസമൊന്നുമില്ല, ABSൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം. ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് നല്ല ഷാർപ്പായിട്ട് ഫീൽ ചെയ്തു. റിയർ കുറച്ചൊരു പ്ലഷിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് നിൽക്കുന്നുള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പിടിച്ച് നിർത്താൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട് എൻഡ് നല്ല രീതിക്ക് എനിക്ക് ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നി. പക്ഷേ റിയർ കുറച്ചുകൂടെ ബെറ്റർ ആകാരം തോന്നി. സ്റ്റിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിർത്താൻ പറ്റും. പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒട്ടും ഒരു സ്ട്രെസ്സൊന്നുമില്ല. വേണ്ട, സിറ്റിയിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നടക്കാം. അതുപോലെ കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ പൊളിച്ച് ഓടിക്കാൻ പറ്റും, ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ അത് ചാടി നിൽക്കും. ഒരു ഫൺ ടു റൈഡ് മെഷീനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഹാൻഡ്ലിങ് വളരെ ഈസിയാണ്. ഒട്ടും വലിയൊരു ഹെവി ബൈക്കൊന്നും ഓടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ലൈറ്റായിട്ടുള്ള ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീലേ ഉള്ളൂ. ഒരു ബിഗിനറിനാണെങ്കിലും ഹാൻഡിൽ ചെയ്യാം യൂസ്ഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് തെറ്റില്ലാത്ത രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. കൊള്ളാം എന്നെനിക്ക് തോന്നി. ഈ സീറ്റ് ആയാലും അതുപോലെ സ്വിച്ച് ക്വാളിറ്റി ആണെങ്കിലും
മീറ്റർ കൺസോൾ ഡിസൈനൊക്കെ ആണെങ്കിലും സൈഡ് പാനൽസൊക്കെ ആണെങ്കിലും ഓവറോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊടുക്കാൻ ബജാജ് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ഫിഗർ പറയുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് ചെയ്ത വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു അഫോർഡബിൾ 250cc ബൈക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു എൻട്രി ലെവൽ പെർഫോമൻസ് അങ്ങനെ ഒരു അപ്ഗ്രേഡ് എന്നുള്ള നിലയ്ക്കാണ്, അതായത് ചെറിയൊരു വണ്ടിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബൈക്കായിട്ടാണ് ബജാജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പെർഫോമൻസും ഓവറോൾ ഡിസൈൻ എസ്തറ്റിക്സും. അപ്പം പ്രൈസ് 1.5 സംതിങ് ആയിരുന്നു ഇതിൻ്റെ പഴയ വെർഷന്. ഇത്തവണയും ബജാജ് കാര്യമായ പ്രൈസ് ഇൻക്രീസ് കൊടുത്തിട്ടില്ല. 1.5 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ വണ്ടി എക്സ്ഷോറൂം പ്രൈസ് ബജാജ് കൊടുത്തത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഫിഗറിൽ ഒരു 250cc ബൈക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓൺ റോഡ് പ്രൈസ് കറക്റ്റായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് പ്ലസ് പോയിൻറ്റ്സ് പറയാം. ഓഫ് കോഴ്സ് USD ഫോർക്ക് ഗിഡിലുമാണ്. ഇതിൻ്റെ ബൾക്കി ആയിട്ടുള്ള ടയേഴ്സ് നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. ABSൻ്റെ ഇൻ്റർവെൻഷൻ കൊള്ളാം. സിറ്റി റൈഡും അതുപോലെ ഹൈവേയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പിലാണ്, അതൊരു ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ലുക്കും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. ഫ്രണ്ട് ബ്രേക്ക് കോൺഫിഡൻസ് നല്ല രീതിക്കുണ്ട്. ഇനി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 100+ പോകുമ്പോൾ അല്ലെങ്കിൽ 120+ പോകുമ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഫ്യൂച്ചറിൽ അവരത് അപ്ഡേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ച് പ്ലഷി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് റിയറിൽ സസ്പെൻഷൻ സെറ്റപ്പ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ടൈറ്ററാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. നിങ്ങൾ ഹൈവേയിലൊക്കെ പൊളിച്ചോടിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ടൈറ്റ് ചെയ്യുക. ഇപ്പം ഒരു മീഡിയം സോഫ്റ്റ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. റിയർ ബ്രേക്ക് കുറച്ചുകൂടെ ഒരു ബൈറ്റ് കൊടുക്കാനെന്ന് തോന്നി. ഫ്രണ്ടിൻ്റെ ഒരല്പം ഷേക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അല്പം കൂടെ ഒരു സ്റ്റെബിലിറ്റി ഫ്രണ്ട് ആൻഡ് ഹാൻഡിലിന് കൊടുത്തിരുന്നത് നന്നായിരുന്നു തോന്നി. പക്ഷേ ഇത് സിറ്റി റൈഡിൽ ഈസി ആയിട്ട് വെട്ടിച്ചെടുത്ത് പോകാനായിട്ടുള്ള പാകത്തിനാണ് ഫ്രണ്ട് എൻഡ് കൊടുത്തിരിക്കുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത് അത്രയൊക്കെയാണ്. സ്മൂത്താണ്, പെർഫോമൻസ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിന് തരാൻ പറ്റുന്നുണ്ട്. ബൾക്കിയാണ് നേരിട്ട് കാണുന്ന സമയത്ത്. ഇപ്പം USD വന്നതുകൊണ്ട് കിടിലമായിട്ടുണ്ട്. റെഡ് വേരിൻ്റെ ഒരു രക്ഷയില്ല, അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഓവറോൾ ഡിസൈൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പം ഒരു മീഡിയം ഹൈറ്റുള്ള ഒരാളാണ്, ഒരു യങ് ആയിട്ടുള്ള ആളാണ്, ഒരു 20 to 30 ഏജിന് ഇടയ്ക്കുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഒരു 100cc അല്ലെ ഒരു 125cc ഒക്കെ അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ച് പരിചയമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണിത്. ഒരുപാട് ടോപ്പ് എൻഡ് വേണ്ട, അത്യാവശ്യം സിറ്റിയിൽ പൊളിച്ചോടിക്കാനും ഒരു മിഡ് റേഞ്ച് ഹൈവേ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിഡ് റേഞ്ചിൽ കുറച്ച് പഞ്ചിയായിട്ട് ഫീൽ ചെയ്യണം. ഒരു 100 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്കൊന്ന് ക്രൂസ് ചെയ്ത് പൊളിച്ചോടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കും ബെസ്റ്റാണ് ഈ ഒരു വണ്ടി. സ്മൂത്ത് ആയിട്ടുള്ള എൻജിൻ വേണം, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് വേണം. ഓവറോൾ വണ്ടി കാണാൻ തെറ്റില്ലാത്തൊരു വണ്ടി ആയിരിക്കണം. അപ്പം അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മതി. ചെറിയൊരു ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന തരത്തിലുള്ള ഒരു 250cc അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് N250 2024. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീടു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.